ഒരു ചെറുപ്പക്കാരൻ, എങ്കിലും വലിയ സ്വപ്നങ്ങളുള്ളവൻ. അയാൾ എവിടെയോ അർജന്റീനയിലെ റോസാരിയോ എന്ന ചെറിയ നഗരത്തിൽ ജനിച്ചു. 1987 ജൂൺ 24-ന്. അവന്റെ പേര് ലയണൽ ആൻഡ്രസ് മെസ്സി. ചെറിയ വയസ്സിലിരുന്നു തന്നെ മെസ്സിക്ക് ഫുട്ബോളോടുള്ള വലിയ ആകർഷണമുണ്ടായിരുന്നു. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരനാകാൻ ആഗ്രഹിച്ച ആ കുട്ടിക്ക് ശരീരം സഹകരിച്ചില്ല. അവൻക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം. ശരീരം സാധാരണ പോലെ വളരുന്നില്ല. ചികിത്സ ആവശ്യമായത് ലക്ഷക്കണക്കിന് രൂപ. അവന്റെ കുടുംബത്തിന് ഈ ചികിത്സയ്ക്ക് പണം മതിയില്ല. പക്ഷേ ദൈവം അയക്കുന്ന ചില അവസരങ്ങൾ അത്ഭുതങ്ങളാകാറുണ്ട്. ഫിസി ബാർസലോണ എന്ന ക്ലബ്ബ് മെസ്സിയുടെ കഴിവ് കണ്ടു. അവനെ സ്പെയിനിലേക്ക് ക്ഷണിച്ചു. ചികിത്സ ഞങ്ങൾ ഏറ്റെടുക്കാം, എന്നാൽ നീ ഞങ്ങളോടൊപ്പം കളിക്കണം. അവൻ സമ്മതിച്ചു. സ്വന്തം നാട്ടിൽ നിന്നെല്ലാം വിട്ട് 13-ാമത്തെ വയസ്സിൽ സ്പെയിനിലേക്ക് പോയി. ചെറിയവനായി, ചെറുപ്പത്തിൽ വലിയ പ്രതീക്ഷകളുമായി. പരിശ്രമം, ആത്മവിശ്വാസം, ജയം, ഈ 3 വാക്കുകൾ മെസ്സിയുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്താവുന്നതാണ്. 17-ാം വയസ്സിൽ FC ബാർസലോണയുടെ സീനിയർ ടീമിൽ അരങ്ങേറ്റം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഓരോ വർഷവും റെക്കോർഡുകൾ, ഓരോ കളിയും അതിശയിപ്പിക്കുന്ന പ്രകടനം. ബാലോൺ ഡോർ എന്ന ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിഗത ഫുട്ബോൾ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ കളിക്കാരൻ മെസ്സി തന്നെ. 2021-ൽ PSG-യിലേക്ക്, പിന്നീട് 2023-ൽ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക്. പക്ഷേ ഒരേയൊരു സ്വപ്നം ബാക്കിയായിരുന്നു: അർജന്റീനയ്ക്കു വേണ്ടി ലോകകപ്പ് നേടുക. 2022-ൽ ഖത്തറിൽ നടന്ന ലോകകപ്പിൽ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. ലോകം മുഴുവൻ കാണാൻ ഒരു പാഠം നൽകി: വളരുന്നത് അത്ര വലിയ കാര്യമല്ല, എന്നാൽ നിങ്ങളിൽ ഉള്ള അകത്തെ വലിയ ചിതപിടുത്തം ആണു വിജയത്തിന്റെയും പ്രചോദനത്തിന്റെയും അടിസ്ഥാനം. ലയണൽ മെസ്സി ഒരു ഫുട്ബോൾ ഇതിഹാസം മാത്രമല്ല, ഒരുദാഹരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.